പ്രതികരണശേഷി നഷ്ടമായതുകൊണ്ടല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത്. ഞാനോ എന്നെപ്പോലെ 10 പേരോ വിചാരിച്ചാൽ നമ്മുടെ നാട് നന്നാക്കാൻ പറ്റൂലെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ഒഴിവാക്കിയിട്ട് ഫാമിലി വ്ളോഗുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. നമ്മളൊന്നും വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല അതൊരു സത്യമാണ്. ഞാനൊരാൾ വിചാരിച്ചാലൊന്നും ഈ നാട് നന്നാക്കാൻ പറ്റത്തില്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാൻ തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ കൂട്ടത്തല്ലി മരിച്ച ഷഹബാസിൻ്റെ കൊലയ്ക്ക് കാരണമായ 5 പേർക്കും പരീക്ഷയ്ക്ക് അനുമതി കൊടുത്തുകൊണ്ടൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് സംബന്ധിച്ചൊരു റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വരാത്തൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ വീഡിയോ കണ്ട അതിൽ കമൻ്റ് ഇട്ടവർ ഒരാളൊഴിച്ച് ഒരു നെഗറ്റീവ് കമൻറ്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതും നെഗറ്റീവായിട്ടല്ല, നീ ഇവിടെ ഇരുന്ന് സെലക്ട് അവർ എക്സാം എഴുതും എന്നായിരുന്നു ആ കമൻറ്റ്. അതല്ലാതെ വേറെ ഒരു മനുഷ്യരും അതിൽ ഒരാൾ പോലും ഒരു നെഗറ്റീവ് കമൻറ്റ് എനിക്ക് ഇട്ടിട്ടില്ല. അവരെ പരീക്ഷ എഴുതിക്കരുതെന്ന് തന്നെയായിരുന്നു ഭൂരിഭാഗം പേരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാനൊരാൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഇനി എന്നെപ്പോലെ 100 പേര് തലകുത്തി മറിഞ്ഞാലും അവർ പരീക്ഷ എഴുതാമെന്നുണ്ടെങ്കിൽ അവർ പരീക്ഷ എഴുതുക തന്നെ ചെയ്യും. കാരണം പൊളിറ്റിക്കൽ പിടിപാടുള്ള ആൾക്കാരുടെയും പോലീസുകാരുടെയൊക്കെ മക്കളാണ് അവർ. നമുക്ക് ഈ പാവപ്പെട്ട സാധാരണക്കാർക്കൊന്നും ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു പച്ചയായ സത്യമാണ്. പക്ഷേ എങ്കിലും ഒരു വാക്കെങ്കിലും ആ മരണപ്പെട്ടുപോയ കുഞ്ഞിന് വേണ്ടി ഒരു വാക്കെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു അമ്മയല്ലാതാവും. കാരണം എനിക്കും 2 മക്കളുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം ആൾക്കാരിലോട്ട് അത് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതല്ല. ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വേറൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഈ കൊല ചെയ്ത 5 പിള്ളേരെ ന്യായീകരിച്ചുകൊണ്ടൊരു വലിയ പോസ്റ്റാണ്. ന്യായീകരിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ പോലും ഡീബാർ ചെയ്തിട്ട് എക്സാം എഴുതാൻ സമ്മതിക്കാത്ത ഈ സംസ്ഥാനത്ത് ഒരു കൊല ചെയ്തവർക്കൊക്കെ എക്സാം എഴുതാമോ? അത് ഞാൻ ഉന്നയിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പം കൊലപാതകമൊന്നും പരീക്ഷ എഴുതാതിരിക്കാൻ ഒരു റീസൺ അല്ലേ? നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പാരൻസിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ അതെങ്ങനെ പാരൻസിലോട്ട് എത്തിക്കും, അവരെങ്ങനെ സ്കൂളിലോട്ട് എത്തിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ച് ഉരുകി തീർത്തൊരു ബാല്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിപരീതമായിട്ട് ഇന്നൊരു കൊലപാതകം ചെയ്തിട്ട് അത് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊലവിളി കൂട്ടുകയാണ് ഇന്നത്തെ കൊച്ചു കുട്ടികൾ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഒന്ന് പറയാതിരിക്കും? അപ്പം ഞാൻ കണ്ട പോസ്റ്റിലുണ്ടായിരുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്നവർ പൊട്ടന്മാരാണ്, കൊന്നാലും പരീക്ഷ എഴുതാനുള്ള നിയമം ഉണ്ടെന്ന്, അത് ഇതിനു മുമ്പും അങ്ങനെ എഴുതിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, റാഗിങ് ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ 5 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പഠനം തടഞ്ഞു വെച്ചില്ലേ? അവിടെ കൊലയില്ല, റാഗിങ് ആണ്. റാഗിങ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അപ്പോൾ ഈ 5 നഴ്സിംഗ് വിദ്യാർത്ഥികളും അവർക്ക് ഭാവിയില്ലേ? അവർ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ, റാഗിങ്ങിനെ ന്യായീകരിക്കുന്നതല്ല. അപ്പം കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യും, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡീബാർ ചെയ്യും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടി തന്നെ എക്സാമിന് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എക്സാമിൽ എന്തോ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറിനെയും ടീച്ചറിനെയും കുറിച്ച് മോശമായിട്ട് ആൻസർ പേപ്പറിൽ എഴുതിയെന്നും പറഞ്ഞിട്ട് സ്കൂൾ മാറ്റാൻ നിർദ്ദേശം കൊടുത്തു. എന്ത് സിസ്റ്റമാണ് ഇവിടുത്തെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിവുണ്ടായിട്ട് മുന്നോട്ട് പഠിക്കാൻ, ഭാവി സ്കൂൾ ഫീസ് അടയ്ക്കാൻ, അല്ലെങ്കിൽ മുന്നോട്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കാശില്ലാത്തത് കൊണ്ട് പകുതി വഴിയിൽ പഠിത്തം നിന്ന് പോണ എത്ര കുട്ടികളുണ്ട്. ഈ 5 പേര് എക്സാം എഴുതിക്കുന്ന നേരം കൊണ്ട് ഇതുപോലുള്ള പഠിക്കാൻ കഴിവുണ്ടായിട്ട് അച്ഛനും അമ്മയ്ക്കും വയ്യാഞ്ഞിട്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മ രോഗിയായി പോയത് കൊണ്ടോ, കടബാധ്യത കൊണ്ടോ, സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടോ, നല്ല കഴിവുണ്ടായിട്ട് പഠിക്കാൻ പറ്റാതെ ഇന്നും അതിൽ ഖേദിച്ച് കൂലിപ്പണിക്കൊക്കെ പോകുന്ന പിള്ളേരുണ്ട്, ഡെലിവറി ബോയ് ആയിട്ടൊക്കെ പോകുന്ന പിള്ളേർ. ഇതുപോലൊരു 10 പിള്ളേരെ സർക്കാരിന് രക്ഷപ്പെടുത്താൻ പറ്റൂ? എന്തിനാണ് ഈ 5 പേരെ എക്സാം എഴുതിച്ചിട്ട്, അല്ലെങ്കിൽ എന്ത് കിട്ടാനാണ്, എന്ത് മാതൃകയാണ് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളത്? നെഞ്ചക്ക് പോലുള്ള ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യ ജീവൻ എടുക്കുന്നയാൾ കാലനും ജീവൻ കൊടുക്കുന്നയാൾ ദൈവമാണ്. അപ്പം കാലൻ്റെ പ്രതീകമായിട്ടാണ് ഈ 5 എണ്ണം വളർന്നു വരുന്നത്. ഒരു ദാക്ഷിണ്യമില്ലാതെ ഒരു കൊച്ചിനെ മാരകമായ ആയുധം കൊണ്ട് തലക്കടിച്ച് കൊന്ന ഈ 5 പേരെ എക്സാം എഴുതിച്ചിട്ട് സർക്കാർ എന്ത് മുതൽക്കൂട്ടാണ് ഇതിൽ നിന്നും? അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ പോലുള്ള 100,000 അമ്മമാരുടെ ചോദ്യമായിരിക്കും ഒരുപക്ഷെ ഇത്. ഷഹബാസിന്റെ കൊലയ്ക്ക് കാരണമായ 5 പേർക്ക് എക്സാം എഴുതാനുള്ള അനുവാദം കൊടുക്കുന്നു എന്ന് സർക്കാർ പറയുന്നത് ഇനിയുള്ള തലമുറയ്ക്ക്
കൊല്ലാനുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കും. സിനിമ കണ്ടിട്ടാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. ഇപ്പം ഡ്രഗ്സിൻ്റെ ഉപയോഗമായിരുന്നാലും ആൽക്കഹോൾ ആയിരുന്നാലും എല്ലാം കുട്ടികൾ സിനിമ കണ്ടിട്ടാണ് ഇത് പഠിക്കുന്നത്. അവരുടെ സിനിമയിൽ അവരുടെ ഹീറോ ചെയ്യുന്നത് കണ്ടിട്ട് അവർ അനുകരിക്കുന്നു എന്ന രീതിയിലുള്ള ഇതും വരുന്നുണ്ട്. എങ്കിൽ സിനിമ തന്നെ ഉദാഹരണം എടുത്തൊരു കാര്യം പറയാം. ഇന്ന് കുട്ടികൾ തെറ്റ് ചെയ്യുന്നതിൽ 3/4 പങ്കും വഹിക്കുന്നത് പാരൻസാണ്. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ പാരൻസ് അഹങ്കാരികളായിട്ടാണ് മക്കളെ വളർത്തുന്നത്. റിയാസ് സലീം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഈ കൊച്ചു കുട്ടികൾ, LP UP പഠിക്കുന്ന എൻ്റെ പ്രായമുള്ള, എൻ്റെ മകന് 7 വയസ്സാണ്, എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടികൾ തുടങ്ങി ഇന്ന് നമ്മൾ ഭാവിയുടെ വാഗ്ദാനങ്ങളെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന കുട്ടികൾ മൊത്തം വിവരം കെട്ട തെണ്ടികളായിട്ടാണ് വളർന്നു വരുന്നതെന്ന് പറഞ്ഞ് അന്ന് റിയാസിനെ കുറേ പേര് ഏറിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാക്കുകൾ ഇന്ന് സത്യമായിട്ട് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ തല്ലുണ്ടാകുന്നത്, ഇലക്ഷൻ അടി ഉണ്ടാകുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അത് പക്ഷേ കോളേജ് തലത്തിലാണ്. നമ്മുടെ കുട്ടികൾ കുറച്ച് മെച്ചുവേർഡ്, കുറച്ചുകൂടി ഒരു പക്വത എത്തിയിട്ടാണെന്ന് പറയാം. ഈ കൊച്ചു കുട്ടികൾ തമ്മിൽ അക്രമവാസന ഉണ്ടാവുന്നെങ്കിൽ അതിൻ്റെ 99% 99 വേണ്ട 100% രക്ഷകർത്താക്കളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഇപ്പം സിനിമ ഉദാഹരണം എടുത്തു കഴിഞ്ഞാലെന്ന് ഞാൻ പറഞ്ഞു. ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ ആശാശരത്തിൻ്റെ മകൻ വരുൺ, ആശാശരത്ത് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ മകൻ അതിലെ വില്ലൻ കഥാപാത്രം വരുണ് ചെയ്യുന്നത് ഫുള്ള് അതിൽ തെറ്റ് ആ അമ്മയുടെ ഭാഗത്താണ്. അതിൽ അച്ഛൻ റോൾ ചെയ്യുന്ന സിദ്ദീഖ് കുറച്ചെങ്കിലും മകനെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ അമ്മ പറയുന്നുണ്ട് അവന് ഫ്രീഡം കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം, ഫ്രീഡം കൊടുക്കണമെന്ന്. നമ്മൾ എന്ത് ഫ്രീഡമാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്? അവരുടെ ബാഗ് പരിശോധിക്കാതിരിക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്ന ഫ്രീഡം. അവരെന്ത് ചെയ്യുന്നു എന്ന് തിരക്കാതിരിക്കുന്നതാണോ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫ്രീഡം? നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മക്കൾ ആരുടെ കൂടെ കൂട്ടുകൂടുന്നു, എവിടെ പോകുന്നു, അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അവർ ദിവസവും ബിഹേവ് ചെയ്യുന്നത് പോലെയാണോ ഇന്ന് ചെയ്യുന്നത്, അവരുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, അവരുടെ ബാഗ് പരിശോധിക്കുക. ഇന്ന് അതൊക്കെ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതായിട്ടാണ് രക്ഷകർത്താക്കൾക്ക് തോന്നുന്നത്. ഭയങ്കര ഫ്രീഡമാണ്. കുട്ടികളങ്ങ് ഫോറിൻ കൾച്ചറിലോട്ട് വളർത്താം. ഫോറിൻ കൾച്ചറിലോട്ട് നിങ്ങൾ വളർത്തിക്കോ, പക്ഷേ ഫോറിൻ കൺട്രീസിലോട്ട് നിങ്ങൾ പോകണം. അവിടെ അവർ സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റായിട്ട് നിന്ന് വരച്ച വരയിൽ തന്നെയാണ് നിർത്തുന്നത്. സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പാരൻസ് തന്നെയാണ് മക്കളെ നിയന്ത്രിച്ച് വളർത്തേണ്ടത്. ഇപ്പോൾ ഈ താമരശ്ശേരി ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയുടെ ജീവൻ എടുക്കാൻ കാരണമായ ഈ ഒരു ഇൻസിഡൻറ്റിലും രക്ഷകർത്താക്കളുടെ പങ്ക് ചില്ലറയൊന്നും ആയിരിക്കില്ല. രാഷ്ട്രീയക്കാരൻ്റെ മോനുണ്ട്, പോലീസുകാരൻ്റെ മോനുണ്ട്. അല്ല, ഇന്ന് കേരളത്തിൽ നമ്മുടെ ഈ കേരള സൊസൈറ്റിയിൽ രാഷ്ട്രീയക്കാരൻ്റെ മക്കൾക്കും പോലീസുകാരൻ്റെ മക്കൾക്കും മന്ത്രിമാരുടെ മക്കൾക്കും സിനിമാക്കാരുടെ മക്കൾക്കും ബിസിനസ്സുകാരുടെ മക്കൾക്ക് മാത്രം സുരക്ഷിതത്വമുള്ളൂ. അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ മക്കളെ ഞങ്ങൾ എന്തോ ചെയ്യണം? അതുകൂടി സർക്കാർ ഒന്ന് പറഞ്ഞു തരണം. ഞങ്ങളെ പോലുള്ള അമ്മമാർ മുമ്പ് ഞാൻ സ്കൂളിൽ വിടുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും, പിള്ളേരുമായിട്ട് വഴക്കിന് പോകരുത്, പ്രശ്നത്തിന് പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയാമായിരുന്നു, മക്കൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ച് വേണമെങ്കിൽ ഉപദ്രവിക്കാം എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മോനെ, ജീവനാണ് വലുത്. അതെൻ്റെ മോളെടുത്തായിരുന്നാൽ ഉയരുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ച് നമുക്ക് തിന്നാം. ഒരു മക്കളെയും ഒരു കുഞ്ഞു കുട്ടികളെയും ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചാൽ മഹാത്മാഗാന്ധി ആവണം. ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുത്തിട്ട് നീ മാറി നിൽക്കണം, പ്രതികരിക്കാൻ പോകരുത്. മക്കളെ ജീവനാണ്ടോ വലുത്. സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുന്നത് വരെ നെഞ്ചിൽ ആദ്യമാണ്. 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കൊച്ചുകുട്ടികളാണ്. ഇപ്പം 7ാം ക്ലാസ്സിൽ നിന്ന് 10ിലോട്ട് എത്താൻ അധികം ദൂരമൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഇപ്പോൾ കൊന്നത്, അത് ഓർക്കണം. അത് ആ ഒരു രീതിയിൽ എന്ത് തന്നെ ഉണ്ടായാലും പ്രതികരിക്കരുതെന്ന് പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ പിള്ളേരെ സ്കൂളിലോട്ട് വിടുന്നത്. കാര്യം ഏതൊരമ്മയ്ക്കും കൺമുന്നിൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുന്നത് സഹിക്കാൻ പറ്റത്തില്ല. നമുക്കത് പറ്റില്ല. നമ്മുടെ മക്കൾ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ അവർക്കൊരു സൂചി കൊണ്ടാൽ പോലും നമുക്ക് സഹിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഉയരാണ് വലുത്, ഉയരുണ്ടേ പുല്ലേലും പറിച്ചു തിന്നാൻ, പൊന്നു മക്കളെ പ്രതികരിക്കരുതെന്നാണ് ഇന്ന് ഞാൻ എൻ്റെ മക്കളടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയിലെത്തി കേരളം. പ്രതികരിച്ചു കഴിഞ്ഞാൽ കൊല്ലും സാറേ, ആ ഒരു ഭയം കൊണ്ടാണ് പലരും പ്രതികരിക്കാതിരിക്കുന്നത്. മുമ്പ് എൻ്റെ ഉമ്മയൊക്കെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പറഞ്ഞു തരുമായിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പരിചയമില്ലാത്തവർ മുട്ടായി തന്നാൽ വാങ്ങിക്കഴിക്കരുതെന്ന് അന്നേ പറഞ്ഞു തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നേ വരും. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരുമായിരുന്നു, ആരുടെടുത്തും വഴക്കിനും അടിക്കൊന്നും പോകരുത്, പോലീസ് പിടിക്കുമെന്ന്. പോലീസ് പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടും, പിന്നെ ഉമ്മായും വാപ്പായൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. ശരിക്കും ആ ഒരു പേടി അന്ന് എനിക്ക് തോന്നുന്നു 90s ബാല്യത്തിൽ ആ പേടി ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും
തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. രക്ഷകർത്താക്കൾ പറയും പോലീസ് പിടിക്കുമെന്ന് പറയും. അന്ന് പോലീസിന് പേടി ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നത്തെ പിള്ളേർക്കതില്ല. ഇന്ന് പിള്ളേർക്കതില്ല. ഇന്ന് അവർക്കറിയാം കൂട്ടത്തല്ലിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കേസുണ്ടാവില്ല, കേസ് തള്ളിപ്പോകും. എല്ലാം സ്റ്റഡി ചെയ്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ ചർച്ചയാണ്. കൂട്ടത്തല്ലിൽ കേസ് ഉണ്ടാവില്ല. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? മാവിലെറിയും, പുളി പറക്കും, ലൈൻ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും, തൊങ്കിച്ചാടി കളിക്കും, സാറ്റ് കളിക്കും. പഠിക്കാൻ മടിയാണ്, അത് ശരിയാണ്. പഠിക്കാൻ പിന്നോട്ടായിരുന്നു, പഠിക്കാൻ മടിയായിരുന്നു. പക്ഷെ ആരെയും കൊല്ലാനുള്ള മനസ്സ് അന്നുമില്ല, ഇന്നുമില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല. അതിലഭിമാനമുണ്ട്. അതുപോലെ എൻ്റെ മക്കൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട് ഇതൊക്കെ തെറ്റാണെന്ന്. ഇതൊക്കെ തെറ്റല്ല. 2 ഇങ്ങോട്ട് കിട്ടിയ 10 അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന പ്രൗഡാണെന്ന് കരുതുന്ന രക്ഷകർത്താക്കളുടെ ഇടയിലാണ് ഇങ്ങനെ കൊലപാതകികളായ മക്കളുണ്ടാവുന്നത്. പണ്ട് നമുക്ക് ക്ഷമ പറഞ്ഞു തരുമായിരുന്നു. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും, ക്ഷമിക്കാൻ പഠിപ്പിച്ചു തരുമെന്ന്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ക്ഷമ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പറയുന്നത് അപ്പോഴേ സാധിച്ചു കൊടുക്കുകയാണ്. പറയുന്ന കാര്യം അപ്പോഴേ സാധിച്ചു കൊടുക്കരുത്. ദാരിദ്ര്യം അറിയിച്ച് വളർത്തുക എന്ന് പറയുമ്പോൾ പറയും അയ്യോ കൊച്ചു കുട്ടികളടുത്ത് ഇതോ ദാരിദ്ര്യം പറയാൻ പറയുന്നത്. അങ്ങനെ അറിയിക്കാതെ വളർത്തുമ്പോഴാണ് ഈ ഡ്രഗ്സിന് കാശ് തികയാതെ വരുമ്പോൾ വെട്ടിക്കൊല്ലുന്നതും നമ്മളെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതും ഇതുപോലെ പുറത്തിറങ്ങി അക്രമകാരികളാവും. തെറ്റും ശരിയും പറഞ്ഞു കൊടുത്ത് വളർത്താൻ കഴിവില്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കാൻ നിൽക്കരുതടോ. നിങ്ങൾക്ക് ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കി സൊസൈറ്റിയിലെ ബാക്കിയുള്ള പാവപ്പെട്ട മക്കളുടെ നെഞ്ചത്തോട്ട് കുതിര കയറാനാണെങ്കിൽ നിങ്ങൾ മക്കളെ ഉണ്ടാക്കണ്ട. ഈ ഒരു ജനറേഷൻ ഇവിടെ നിന്ന് പോട്ടെ. 2020 ഒരു 30 കാലഘട്ടത്തിൽ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം തന്നെ അങ്ങ് ഇതാവട്ടെ. ഇനി ഒരു തലമുറ ഉണ്ടാവാതിരിക്കട്ടെ. എന്തിനാണ് കടാരയ്ക്ക് മൂർച്ച കൂട്ടിക്കൊടുത്ത് അക്രമവും അതിക്രമവും പഠിപ്പിച്ചു കൊടുത്ത് മറ്റുള്ള പാവപ്പെട്ടവൻ്റെ കുട്ടികളുടെ നെഞ്ചത്ത് കുതിര കയറാൻ എന്തിനാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇനി അങ്ങനെ ഒരു തലമുറ എന്തിനാണ് ഇവിടെ? ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്താൻ വേണ്ടിയിട്ടാണോ? പറഞ്ഞു പോകുന്നതാണ്. ശരിക്കും എൻ്റെ ഭർത്താവിനെ സൗദി അറേബ്യയിൽ നിൽക്കാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നൊരു ഇതുണ്ട്, എനിക്ക് എൻ്റെ നാടാണ് സ്വർഗം, ഞാൻ വരുന്നില്ല. ഇന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പേടിയാവുന്നുണ്ട്, ഞങ്ങളെ കൂടി ഒന്ന് കൊണ്ടുപോകാമോ, കുട്ടികളെ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകാമോ, എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പേടിയാകും. ജന്മനാട്ടിൽ നിൽക്കാൻ ഭയമാണോ? ഇതിനേക്കാളും വലിയ നാണക്കേട് എന്തുണ്ട്? ഒരു കേരളത്തിലെ ഒരു മലയാളിക്ക് ഇതിനേക്കാളും വലിയ നാണക്കേട് എന്തുണ്ട്? നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അക്രമകാരികളാവുന്നതിനും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനും വഴിതെറ്റി പോകുന്നതിനും എല്ലാം ഉത്തരവാദി ഒരിക്കലും കുട്ടികളെ പറയുന്നില്ല, പാരൻസായ നമ്മൾ തന്നെയാണ്. നമ്മുടെ പാരൻറ്റിങ് പോരാ. ടീച്ചേഴ്സ് നിസ്സഹായരാണ്. വടിയെടുക്കാൻ നിവൃത്തിയില്ല. വടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേസാണ്, നമുക്ക് രക്ഷകർത്താക്കൾക്ക് കേസാണ് വടിയെടുത്തു കഴിഞ്ഞാൽ. ടീച്ചേഴ്സ് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരടി കൊടുത്തു കഴിഞ്ഞാൽ സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്താൽ അവരെന്തോ ചെയ്യും? അവരുടെ ഉപജീവന മാർഗം മുട്ടിയ ടീച്ചേഴ്സിന് ഇപ്പോൾ നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട്. അവരുടെ വടികൾ അവർ വലിച്ചെറിഞ്ഞു. നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ടീച്ചേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ രക്ഷകർത്താക്കളെ കൊണ്ട് കേസെടുപ്പിക്കും. അധ്യാപകരെന്ത് ചെയ്യും? ടീച്ചറെ 2 അടി കൂടുതൽ കൊടുത്തോ, എൻ്റെ മോനെ നന്നാക്കാനല്ലേ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന പാരൻസ് ഒന്നും ഇല്ല. അടിച്ചില്ലെങ്കിലും കുട്ടികൾ വഷളാവത്തില്ല. അടിക്കാതെയും വളർത്താം എന്ന് പറയുന്നത് ശരിയാണ്, അടിക്കാതെയും വളർത്താം. പക്ഷേ വേറെ ഒരു കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ശരീരത്ത് ആഞ്ഞിടിക്കുമ്പോൾ ഇതേ ഇടി നമ്മുടെ മക്കൾക്കും കിട്ടിയ നോവും എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നൊന്താൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് നോവും. അടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നമ്മൾ അറിയിച്ചു കൊടുക്കണം. കൂടുതൽ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു കാരണമില്ലാതെ കോളേജിൽ നിന്നപ്പോൾ സഹപാഠി ബൈക്ക് പാഞ്ഞു കയറ്റി കൊന്ന് അന്ന് കോളേജിൽ സഹപാഠി ബൈക്ക് നെഞ്ചത്ത് കയറ്റി കൊന്ന അമിത മുതൽ ഇന്നലെ ഈ മരിച്ച ഷഹബാസ് വരെ അവർ എന്തിനു മരിച്ചു എന്ന് പോലും അറിയാതെ മരിച്ചതാണ്. ഒരു കാരണമില്ലാതെ മരിച്ചതാണ്. രാവിലെ ഉറക്കൊഴുതെങ്ങുമ്പോൾ മൊബൈൽ കൈ തൊടാൻ പേടിയാണ്. ഇന്ന് എന്താണാവോ കേൾക്കുന്നത്? ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ കാത് പൊത്തി നിലവിളിച്ചുകൊണ്ട് ഓടാൻ തക്ക തരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പം എനിക്കിപ്പോഴും ലാസ്റ്റും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ആ കുട്ടികളെ നിങ്ങൾ SSLC എഴുതാൻ തീരുമാനിച്ചു. സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഊമ്പിയ തീരുമാനമായിട്ട് ഞാനത് കാണുന്നു. ഇതിലും നാണ്യമായ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ നാട്ടിൽ ബിസിനസ്സുകാരൻ്റെയും രാഷ്ട്രീയക്കാരൻ്റെയും സിനിമാക്കാരൻ്റെയും ബാക്കിയുള്ള
വമ്പൻ സ്രാവുകളുടെ മക്കൾ മാത്രം ജീവിച്ചാൽ മതിയെങ്കിൽ എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരികളായ വീട്ടമ്മമാരുടെ മക്കളെ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് ഞാൻ വീണ്ടും അടിവരയിട്ട് ചോദിക്കുന്നു.